ഹലോ ഗൈസ്, SK വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ നടക്കാൻ പോകുന്നത് കടച്ചക്ക കൊണ്ടുള്ളൊരു ബജിയാണ്. അമ്മയാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് അടുക്കളയിലോട്ട് പോവാം. അപ്പോൾ സന്തോഷം. നമ്മളിന്ന് ഇണക്കാൻ പോകുന്നത് കടപ്ലാൻ ചക്കയുടെ ഒരു ബജിയാണ് ഇണക്കുന്നത്. മാവിൽ മുക്കി പൊരിക്കാനായിട്ടുള്ള ഒരു ബജിയാണ് ഇണക്കുന്നത്. ഇത് ചെത്തി തൊലി കളഞ്ഞിട്ട് വേണം ഉപ്പ് വെള്ളത്തിയിട്ട് കഴുകി ഇതിൻ്റെ സാധനങ്ങളൊക്കെ ചേർത്ത് പുരട്ടി വെക്കണം ഒരു 10 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് ശേഷം മാവിൽ മുക്കി പൊരിക്കണം. ഇത് നീളം പൊളിച്ച് നീളം അരിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തിരിക്കുന്ന ഈ സാധനം കളയണം. ദൈവമാണ്. എന്നിട്ട് പിള്ളേർക്ക് മാവിൽ മുക്കി പൊരിക്കുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും. പിള്ളേർക്കൊക്കെ കടിച്ച് തിന്നുകയും ചെയ്യും. ഇങ്ങനെ കനം കുറച്ച് എടുക്കണം. വേകാനും നല്ലതാണ്. ഇത് ഇങ്ങനെ കനം കുറച്ചെടുക്കണം. ഉപ്പിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കഴുകിയെടുക്കണം. അന്നേരം അതിൻ്റെ ഒരു ചൊന പോവും. കടപ്ലാൻ ചക്ക അരിഞ്ഞു വെച്ചിരിക്കണേ. ഇതിൽ ചേർക്കേണ്ട സാധനങ്ങളാണിത്. 2 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 കൊച്ചുള്ളി, 1 മുളക്. ഇതരച്ച് ഇതും ഇതിൻ്റെ കൂട്ടത്തിൽ അരച്ച് 1 സ്പൂണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം, അരിപ്പൊടി ഇതെല്ലാം ചേർത്താണ് പൊരിക്കുന്നത്. ഇതിപ്പോൾ ഈ മുളക് പൊടി ഇതും കൂടെ ഈ അരക്കണ പേസ്റ്റും കൂടെ ഇതിൽ പുരട്ടു ഇച്ചിരി ഉപ്പ് ഇട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ മാവിൽ മുക്കി പൊരിക്കണത്. നമ്മളിത് ഇതൊക്കെ പുരട്ടി വെക്കുകയാണ്. ഇച്ചിരി മുളക് പൊടി, കായപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി നമ്മൾ പുരട്ടി വെക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് മാവിൽ മുക്കി പൊരിക്കുകയുള്ളൂ. നമ്മളിത് മാവ് ഉണ്ടാക്കാനായിട്ട് എല്ലാ സാധനങ്ങളും ഇടുകയാണ്. കടലമാവ് 100 ഗ്രാം മതി. മുളക് പൊടി കുറച്ച് മതി, പുരട്ടി വെച്ചിരിക്കണ കാരണം. അരിപ്പൊടി 1 സ്പൂൺ മതിയാവും. ഉപ്പ് പുരട്ടിയതാണ്, ലേശം ഉപ്പ് പൊടി മതി. ഇനി കായപ്പൊടി കൂടുതൽ വേണ്ട, കുറച്ച്. 1 തണ്ട് വേപ്പില. ഇതിന് കലക്കിയെടുക്കാൻ പോകുന്നു. ഒരുപാട് വെള്ളം ആകരുത്. നമ്മൾ ഈ മീഡിയം വെള്ളത്തിൽ മാത്രമേ ഇത് കലക്കാവുള്ളൂ. വേവൻ്റെ ആയിട്ടുണ്ട്. ഇതിന് മാവിൽ മുക്കി പൊരിക്കാനുള്ള രീതിക്കാണ് നമ്മൾ മുക്കുന്നത്. കണ്ട, ജോയിൻ്റ് ആക്കി എടുക്കണം കേട്ടോ.
നമ്മളിത് എണ്ണ ഒഴിച്ച് ഈ മാവിൽ മുക്കിയിരിക്കുന്നത് പൊരിക്കുകയാണ്. ബജി പൊരിക്കാൻ പോവുകയാണ്. മാവിൽ ഈ ചക്ക കൊണ്ടുള്ള ബജി പൊരിക്കാൻ പോവുകയാണ് കേട്ടോ. ഇച്ചിരി നേരം ഇവിടെ കിടക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം. നമ്മളിത് ഇത് മറിച്ച് വെക്കുകയാണ് കേട്ടോ. ഇട്ട ബജി മറിച്ച് വെക്കണം. മറിച്ച് വെച്ച് ഒരു വശം കൂടെ വേകാനുണ്ട്. ബജി മൂത്തിട്ടുണ്ട്. നമ്മൾ കോരി മാറ്റുകയാണ് കേട്ടോ. അത് ഇതിലോട്ട് കോരി എടുക്കണം. കുഴപ്പമില്ല.